ഫോൺ കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ട്രെയിനിൽ വെച്ച് 6 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച 40-കാരൻ അറസ്റ്റിൽ. കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ആനത്തറ വടക്കേതിൽ സാനിഷാണ് പുനലൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ എടത്വാപ്പള്ളിയിലേക്ക് പോയി മടങ്ങുകയായിരുന്ന കുട്ടിയെയാണ് ക്രൂരപീഡനത്തിന് ഇരയാക്കിയത്. പാലരുവി എക്സ്പ്രസ് ട്രെയിനിൽ മുത്തച്ഛനൊപ്പം ഉറങ്ങുകയായിരുന്ന കുട്ടിയെ എടുത്തുകൊണ്ടുപോയ പ്രതി ഇയാളുടെ സീറ്റിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. ഇത് കണ്ട മറ്റൊരു യാത്രക്കാരി ഇതിന്റെ ചിത്രങ്ങൾ പകർത്തുകയും ഉടൻ വിവരം പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. പ്രതി രക്ഷപ്പെടാതിരിക്കാൻ യാത്രക്കാരി തന്ത്രപൂർവ്വം ഇടപെട്ടതിനാലാണ് വേഗത്തിൽ സാനിഷിനെ പിടിക്കാൻ പോലീസിന് സഹായകരമായത്. പുനലൂർ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം കേരളത്തിലേക്ക് തീർത്ഥാടന യാത്ര നടത്തിയ തമിഴ് കുടുംബത്തിലെ 6 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ 40 വയസ്സുള്ള കൊല്ലം സ്വദേശിയായ സാനിഷ് എന്നയാളെ പുനലൂർ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർന്നുള്ള നിയമ നടപടികൾക്ക് ശേഷം ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർ തെങ്കാശിയിൽ നിന്ന് കേരളത്തിലേക്ക് എടത്വാപ്പള്ളിയിലേക്ക് തീർത്ഥാടന യാത്രയ്ക്ക് വന്നതാണ്. തുടർന്ന് തിരിച്ച് തിരുവല്ലയിൽ നിന്ന് തെങ്കാശിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. പാലരുവി എക്സ്പ്രസ്സിലായിരുന്നു. വെളുപ്പിന് 1:30-ക്കായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കുട്ടി ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു. ജനറൽ കമ്പാർട്ട്മെന്റിൽ നിലത്ത് ഉറങ്ങിക്കിടക്കായിരുന്നു. അപ്പൂപ്പന്റെ കൂടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇയാൾ ആംഗിൾ തൊട്ടടുത്ത് വന്ന് എടുത്തിട്ട് അയാളുടെ സീറ്റിലേക്ക് പോവുകയും ഈ കുട്ടിയെ ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും ചെയ്തു. ഇത് തൊട്ടടുത്ത സീറ്റിൽ യാത്ര ചെയ്തിരുന്ന ഒരു സ്ത്രീ കണ്ടു. അവർ അത് ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അങ്ങനെയാണ് പോലീസിലേക്ക് വിവരം അറിയിക്കുന്നതും പോലീസ് ഇയാളെ കസ്റ്റഡിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇയാൾക്കാണെങ്കിൽ നേരത്തെയും 3 കേസുകളുണ്ട്. അല്ലല്ല, നമുക്ക് ഇതിലോട്ടും രജിസ്റ്റർ ഉള്ള കേസുകളെല്ലാം ഹർട്ട് കേസുകളാണ്. നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ സാനിഷ് എന്നാണ് വിവരം. പുനലൂർ റെയിൽവേ പോലീസ് SHO PK പ്രദീപ, പോലീസ് ഉദ്യോഗസ്ഥരായ പ്രേംകുമാർ, കണ്ണൻ, ധനേഷ്, രതീഷ്, മുഹമ്മദ് ഷാഫി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. നാട്ടുവാർത്ത, പുനലൂർ. നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല. ബഡ്ജറ്റ് ഓക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല. എന്നാൽ ഇത് രണ്ടും ഒന്നിച്ച് ഓക്കെ ആകും ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സിൽ. ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ്, ഷൂസ്, സ്കൂൾ ബാഗ്സ്, സ്കൂൾ യൂണിഫോം ഷൂസ്, ബെൽസ്, കുടകൾ, ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ്. ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ്. ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം, കൊളുത്തൂപ്പുഴ റോഡ്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 6238160563 9645903636.